JBLന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോർട്ടബിൾ സ്പീക്കറാണ് ഫ്ലിപ്പ് 7. ഈ ഫ്ലിപ്പ് 5ഉം ഫ്ലിപ്പ് 6ഉം ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള JBLന്റെ പോർട്ടബിൾ സ്പീക്കറിൽ ഒന്നാണ് ഫ്ലിപ്പ് 6 ഒക്കെ. അപ്പോൾ അതിനകത്ത് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസും കുറച്ച് ടെക്നിക്കൽ ചേഞ്ചസും ഒക്കെ ആയിട്ടാണ് ഈ പുതിയ ഫ്ലിപ്പ് 7 വന്നിരിക്കുന്നത്. പെട്ടി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വയറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ബോക്സ് ഇരിപ്പുണ്ട്. അതിനകത്ത് നമ്മളെ സ്പീക്കർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് JBLന്റെ ഫ്ലിപ്പ് 7. എനിക്ക് ഫ്ലിപ്പ് 6 ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ തരുന്ന ഒരു സ്പീക്കറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തും ബിൽഡ് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. നല്ല സോളിഡ് ആയിട്ടുള്ള സ്പീക്കറാണ്. ഇവിടെ ഇങ്ങനെ ഒരു JBLന്റെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഇത് ഓറോകാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്പീക്കറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ഫ്ലിപ്പ് 7 ബ്രാൻഡിങ് വരുന്നുണ്ട്. ഇതിപ്പോൾ പുതിയ ഇതിനകത്ത് വരുന്നതാണ്. ഇതൊരു ടാഗാണ്, നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനും തൂക്കിയിടാനും ഒക്കെ. അത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ ഞെക്കിയാൽ ഇതിങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് ബോക്സിൽ തന്നെ അവരുടെ ഇതുപോലൊരു ക്ലിപ്പ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഈ ഹൂക്ക് ഇങ്ങനെ മാറ്റി ബാഗിലൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കാനും പറ്റും. അതിങ്ങനെ എടുത്തിട്ട് നമുക്ക് മറ്റേ ആ ടാഗ് ഊരി അതിലേക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇതും അങ്ങ് ലോക്ക് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിസൈനിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി സൗണ്ടിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് JBLന്റെ പ്രോ സൗണ്ട് വിത്ത് AI സൗണ്ട് ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഓഡിയോ ഫീച്ചറായിട്ട് പുതിയതായിട്ട് ഇതിനകത്ത് വരുന്നൊരു സംഭവം. 16 hours പ്ലേ ബാക്ക് വരുന്നുണ്ട്. 2.5 മണിക്കൂർ ഫുൾ ചാർജ് ആവും. ഈ AI ബൂസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ മ്യൂസിക്കിനൊക്കെ അനുസരിച്ച് നമ്മൾ സറൗണ്ടിങ്ങിനൊക്കെ അനുസരിച്ചും ചെറിയ AI ജിമ്മിക്സ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള വേറൊരു പുതിയതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ലോസ്ലെസ് ഓഡിയോയുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ബ്ലൂടൂത്തിലല്ല, നമുക്ക് ഈ ടൈപ്പ് സി യൂസ് ചെയ്തിട്ട് നമ്മളിത് ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് ഉണ്ട്, പിന്നെ സ്പോട്ടിഫൈക്കകത്ത് വരുന്നുണ്ട്. കണക്ട് ചെയ്താൽ നമുക്ക് ലോസ്ലെസ് ഓഡിയോ ഇതിനകത്ത് കേൾക്കാൻ പറ്റും. അത് ബ്ലൂടൂത്ത് വഴി പറ്റില്ല. ഈ ടൈപ്പ് സി കേബിൾ വഴി കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഫീച്ചർ നമുക്ക് കിട്ടുള്ളൂ. പഴയ ഫ്ലിപ്പ് പോലെ തന്നെ ഇതും വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആണ്. അപ്പോൾ നമുക്കിനി ഇത് ഓൺ ആക്കി നോക്കാം. ഈ ഫ്ലിപ്പ് 7 ഇവിടെ കണ്ട എഴുതിയിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ചാർജിങ്ങിന്റെ ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബോക്സിനകത്ത് USB കേബിൾ വരുന്നില്ല കേട്ടോ. നമ്മൾ ഫോണിന്റെ കേബിളൊക്കെ ടൈപ്പ് ചെയ്യാണ്ട് ഫോണിന്റെ കേബിൾ യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. ഓണായി വരുമ്പോഴത്തേക്ക് തന്നെ JBL ഫ്ലിപ്പ് 7 നമുക്ക് കാണിക്കും. JBLന്റെ ആപ്പ് യൂസ് ചെയ്താൽ നമുക്ക് ഈ ഫ്ലിപ്പ് 7 കുറച്ച് കൺട്രോൾസ് ഇതിനകത്ത് കിട്ടും. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല, ബേസിക് ആയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. നല്ല ലൗഡാണ്, നല്ല ബേസ് ഉണ്ട്. നമുക്കറിയാലോ JBLന്റെ ഫ്ലിപ്പ് 6 നമുക്ക് അറിയാവുന്നതാണ്. നല്ല ലൗഡും ബേസും ഒക്കെ നന്നായിട്ട് കിട്ടുന്ന സ്പീക്കർ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് JBLന്റെ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇക്വലൈസർ ഒക്കെ സെറ്റ് ചെയ്യാനും പറ്റും. സ്പീക്കർ അപ്പോൾ ഓൺലൈനിലൊക്കെ സ്റ്റോക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ DM ചെയ്യാം. മറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ബൈ.